കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ. അനധികൃത ക്വാറി ഖനന പ്രവൃത്തികൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി വിവിധ ക്വാറികളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തി. അനുമതി ഇല്ലാതെ കരിങ്കല്ല് കടത്തിയ 3 ലോറികൾ പിടികൂടി. അനധികൃത ക്വാറി ഖനന പ്രവൃത്തികൾ തടയുന്നതിന് സബ് കളക്ടർ ചെയർമാനായുള്ള ഒറ്റപ്പാലം ഡിവിഷണൽ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് പരിധിയിൽ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനം നടക്കുന്നതായി കണ്ടെത്തിയത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനുമതിയില്ലാതെ കരിങ്കല്ല് കടത്തിലേർപ്പെട്ട 3 ലോറികളും പിടികൂടി. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ റവന്യൂ, പോലീസ്, മൈനിംഗ് ആൻഡ് ജിയോളജി, LSTD, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായി ചെറുപ്പുളശ്ശേരി, വല്ലപ്പുഴ, കുലുക്കലൂർ എന്നിവിടങ്ങളിലെ കരിങ്കൽ ക്വാറികളിലാണ് പരിശോധന നടത്തിയത്. ചെറുപ്പുളശ്ശേരിയിലെ അനധികൃത ക്വാറിക്ക് മാസങ്ങൾക്ക് മുൻപ് 1,01,00,000 രൂപ പിഴ ഒടുക്കുന്നതിന് ഉത്തരവായതിനു ശേഷവും അവിടെ തുടർച്ചയായി ഖനനം നടക്കുന്നതായി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. ചെറുപ്പുളശ്ശേരിയിൽ തന്നെ നഗരസഭ പെർമിറ്റ് നൽകിയ സ്ഥലത്ത് അനുമതി നൽകിയതിലും വളരെ കൂടുതൽ മണ്ണ് കടത്തിക്കൊണ്ടുപോയതായും സർക്കാരിലേക്ക് ലഭിക്കേണ്ട റോയൽറ്റി തുക അടച്ചിട്ടില്ലെന്നും കണ്ടെത്തി. പ്രവർത്തനാനുമതിയുള്ള ക്വാറികളിൽ നിന്നും ദൂരപരിധി ലംഘിച്ചും ഖനനം നടക്കുന്നുണ്ടെന്നാണ് കമ്മിറ്റിയുടെ പ്രാഥമിക നിരീക്ഷണം. പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ വിവിധ വകുപ്പുകൾ പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അത് ക്രോഡീകരിച്ച് തുടർ നടപടികൾക്കായി ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. പരിശോധനയിൽ LSTD അസിസ്റ്റന്റ് ഡയറക്ടർ PK ഹരിദാസ്, സൂപ്രണ്ട് KM വിജയൻ, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ, തൃത്താല പോലീസ് SHO സുജിത് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ KC കൃഷ്ണകുമാർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ വിനീത് എന്നിവരും പങ്കെടുത്തു.